ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു കുനാഫ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാമോളം വെർമിസെല്ലി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നേരിയതായിട്ട് വരുന്ന വെർമിസെല്ലി കേട്ടോ. അപ്പോൾ ഇത് കുനാഫക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വെർമിസെല്ലിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആയിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ മാത്രം, നമുക്ക് കിട്ടാനില്ലെങ്കിൽ മാത്രം നമ്മുടെ സാധാരണ വെർമിസെല്ലി എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ അങ്ങ് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടിച്ച പഞ്ചസാര 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടറാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽട്ടാക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കിടക്കുന്ന ഷുഗറും അതുപോലെ തന്നെ ബട്ടറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ആൽമണ്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5-6 ആൽമണ്ട് ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളടുത്ത് നട്ട്സ് വേറെ പിസ്താഷ്യോ ഉണ്ടായാലോ കാഷ്യൂനട്ടോ അങ്ങനെ എന്ത് വേണേലും ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ആൽമണ്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിടണ്ട, അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിടണ്ട. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കിടക്കുന്ന എന്താ പറയുക ബട്ടറും ഇതൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൂടുതലാവണ്ട, കാരണം കരിഞ്ഞു പോവില്ല. അപ്പോൾ കൂടുതലാവാൻ നിൽക്കണ്ട. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം അതിൽ തന്നെ ചൂടായി കിടക്കുന്ന പാനിൽ തന്നെ ഇടുകയാണെങ്കിൽ പിന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലെ അതുകൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ അങ്ങ് കട്ടകളില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതേ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഒരു പാൻ വെച്ച ശേഷം 1.5 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. 250 ml കപ്പിൽ 1.5 കപ്പ് മിൽക്ക് ചേർത്ത് ചെറുതായി ചൂടായി വരുന്ന സമയം ഇതിലേക്ക് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മധുരവും അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവും. അതുകൂടാതെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഷുഗർ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ എന്നാലും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ
അങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ കസ്റ്റർഡിൻ്റെ മിക്സ് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. കാരണം പെട്ടെന്ന് കട്ടിയായി പോകും. കാരണം ഇതിൽ കോൺഫ്ലവറും കസ്റ്റർഡും കൂടി ഇട്ട് ചേർത്തിട്ടുള്ളതല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് കേട്ടോ. ഇത് നമ്മൾ കുറേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റേർഡ് ഇതാ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര ആവശ്യമുള്ളൂ. നമുക്കിതിന് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെർവ് ചെയ്യാനുള്ള ഒരു പുഡിംഗ് ട്രേ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമായി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെർമിസെല്ലിയുടെ മിക്സ്, ബട്ടറൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് എൻ്റെ അടുത്ത് വലിയ പാത്രം ആയതുകൊണ്ട് ഒരു ലെയറേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ചെറിയ പാത്രമാണെങ്കിൽ നമുക്കിത് 2 ലെയറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റേർഡിൻ്റെയും മിൽക്കിൻ്റെയൊക്കെ മിക്സ് ചേർത്ത് കൊടുക്കുക. കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ നിരത്തുന്ന സമയം കൊണ്ട് തന്നെ ഇത് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെയ്തെടുത്ത ശേഷം നല്ല സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന നമ്മുടെ വെർമിസെല്ലി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതുപോലെ ഞാനങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ആൽമണ്ട്സ് ആണുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ആൽമണ്ട്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിസ്താഷ്യ ആണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ അതാണ് ചേർക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മുഞ്ചുള്ള ഈ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന എന്നാൽ കുറച്ച് വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന ഈ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.